तमिलनाडु और केरला के बीच में स्थित एक 123 इयर्स पुराना डैम मुल्लापेरियार डैम टूटने के कगार पर है। मुल्लापेरियार डैम को बनकर आज 123 इयर्स हो चुके हैं। इस डैम को जितना जल्दी हो सके रिप्लेस करके वहां पर एक नया डैम बना देना चाहिए। एक डैम की एवरेज लाइफ एक्सपेक्टेंसी सिर्फ 50 साल की होती है। നമസ്കാരം നമസ്കാരം ഹൈറേഞ്ച് യൂട്യൂബിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ മുല്ലപ്പെരിയാർ വിഷയം ഹിന്ദിക്കാർ ഏറ്റെടുത്തു. അതായത് അദ്ദേഹത്തിന്റെ പേരെന്ന് പറഞ്ഞു ഗൗരവ് താക്കൂർ എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്. അദ്ദേഹത്തിന് ഏകദേശം സബ്സ്ക്രൈബേഴ്സ് 6.41 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 6.41 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ്. അദ്ദേഹം ഭയങ്കര അവിടുത്തെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഫേമസ് ഒരു യൂട്യൂബറാണ്. നല്ല യൂട്യൂബറാണ്. അപ്പൊ അദ്ദേഹത്തെയാണ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി മുല്ലപ്പെരിയാറിനെ കുറിച്ച് 3 ദിവസം മുന്നേ, ഒരു 2-3 ദിവസം മുമ്പ് അല്ലേ. അദ്ദേഹം നമ്മുടെ രാഷ്ട്രീയക്കാരെയും എല്ലാവരും എടുത്തിട്ട് അലക്കേക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ നേരെ അതിന്റെ റിയാക്ഷനിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഒറ്റൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, ഞങ്ങളിവിടെ ഒരു മുല്ലപ്പെരിയാറിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴത്തെ കമന്റ് ഒക്കെ നിങ്ങളൊന്ന് കാണണം, ഒന്ന് വായിക്കണം. എന്തോ ആൾക്കാരാണ്, നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, പരിഭ്രാന്തരാക്കുവാണോ, അങ്ങനെയാണ്. എന്ത് കരുതലാന്നറിയോ ഇവർക്കൊക്കെ, ഭയങ്കര കരുതലാ. എന്നിട്ട് ഇവര് മിണ്ടാതെ വായും പൊത്തി വീട്ടിൽ ഇരിക്കണം. അപ്പൊ അതുപോലെ ഞങ്ങളും വീട്ടിൽ ഇരിക്കണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇടുക്കിയുള്ള ഞങ്ങള് ബുദ്ധിമുട്ടാണ് വെച്ചാൽ ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും എന്ന് വേണ്ട. ഇപ്പൊ ചിലർ പറയും നമ്മുടെ ചാനലിൽ അത് മാത്രമാണോ ചോദിച്ചാൽ, അല്ല, പല വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. മെയിൻ ഒരു വിഷയമാണ് തന്നെയല്ല, ഞങ്ങൾ ഇടുക്കിയിലും കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറിന്റെ ഒരുപാട് വീഡിയോ ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്യും, ഇനിയും ഞങ്ങൾ ചെയ്യും. അപ്പൊ നേരെ അദ്ദേഹം ചെയ്തതിന്റെ നമുക്ക് പോകാം. ഓക്കെ. मुल्लापेरियार डैम को बनकर आज 123 इयर्स हो चुके हैं। ये 1895 में बना था और इसके बनने के 80 साल बाद से ही इसमें क्रैक्स और लीक्स आने लग गए थे, जो आज और भी ज्यादा बढ़ चुके हैं। यूनाइटेड नेशंस ने खुद रिसेंटली इस डैम को लेकर इंडिया को एक वार्निंग इशू किया है। इसके अलावा भी आईआईटी रूड़की, केरला स्टेट डिजास्टर मैनेजमेंट डिपार्टमेंट, इंडियाज लॉयर्स एसोसिएशन और ना जाने कितने सारे टॉप इंस्टीट्यूट्स ने इस पर डिटेल्ड इन्वेस्टिगेशंस कंडक्ट किए हैं और सभी का एक ही ओपिनियन था. നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് IIT റൂർക്കി, IIT ഡൽഹി, ഇതൊക്കെ ടെക്നിക്കൽ റിസർച്ച് സെന്ററുകളാണ്. നമ്മൾ മുന്നുള്ള വീഡിയോയിലും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഈ ഡാം സുരക്ഷിതമല്ല, വീക്കാണ് എന്നുള്ള കാര്യം. അതന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ഗൗരവം പറയുന്നത് അത് തന്നെയാണ്. ഇത്രയും ഡേഞ്ചർ ആണ് ഇത്, അതുപോലെ തന്നെ ഇത്രയും പഴക്കമുള്ള ഡാമാണെന്ന്. നമുക്ക് നേരെ അടുത്ത വീഡിയോയിലേക്ക് പോകാം അല്ലേ. ബാക്കി ബാലൻസ്. इस डैम को जितना जल्दी हो सके रिप्लेस करके वहां पर एक नया डैम बना देना चाहिए, क्योंकि एक डैम की एवरेज लाइफ एक्सपेक्टेंसी सिर्फ 50 साल की होती है, लेकिन इस डैम को उससे ऑलमोस्ट 3 गुना ज्यादा 123 इयर्स हो चुके हैं. आईआईटी रूड़की की रिपोर्ट्स का तो ये कहना है कि अगर इस एरिया में 6.5 रिक्टर स्केल का भी एक अर्थक्वेक आ जाता है तो ये डैम तुरंत कोलैप्स हो जाएगा. ഇപ്പൊ പറയുന്നില്ലേ, ഒരു ഡാമിന്റെ ആവറേജ് കാലാവധി എന്ന് പറയുന്നത് ഈ ഡാമിന്റെ 50 വർഷമേ ഉള്ളൂ. അത് എന്താ പറയാ, നമ്മളെക്കാൾ ഇത്ര കൃത്യമായിട്ട് അവർക്ക് അറിയാമെന്ന് ഓർത്ത് നോക്കി, എത്ര കിടിലായിട്ട് വീഡിയോ ചെയ്തേക്കുന്ന ഓർത്ത് നോക്കി. അപ്പൊ ഇപ്പൊ അത് ഒരുപാട് വർഷങ്ങളായി. പിന്നെ IIT റൂർക്കി പറഞ്ഞു റിക്ടർ സ്കെയിലില് 6.5 തീവ്രത രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഡാം എന്നുള്ള കാര്യങ്ങൾ. അതായത് നമ്മുടെ ഇവിടെയുള്ള മലയാളികളെക്കാട്ടിലും ആശങ്കയാണ് അവിടെയുള്ള നോർത്ത് ഇന്ത്യൻസിലുള്ളവർക്ക്. ഇപ്പോഴും മലയാളികൾ ഇവിടെ കിടന്ന് നമ്മിത്തല്ല, അതിനൊരു പ്രശ്നമില്ല. ഒന്ന് ഓർത്ത് നോക്കി, എന്ത് സമൂഹമാണ് നമ്മുടെ ഓർത്ത് നോക്കി. നമ്മുടെ ഈ കേരളം എന്തൊരു കേരളമാണെന്ന് ഓർത്ത് നോക്കി. പിന്നെ എങ്ങനെ നമ്മളൊരു കോടതി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വിജയിക്കുന്നത് എങ്ങനെയാ? രണ്ടഭിപ്രായല്ലേ, പിന്നെ എങ്ങനെ വിജയിക്കും? ഓക്കെ, നെക്സ്റ്റ്. दूसरी बात जो इससे भी ज्यादा इंपॉर्टेंट है, अगर भगवान ना करे ये डैम के साथ कुछ गलत हो जाता है तो ये अकेले नहीं टूटेगा, बल्कि इससे निकलने वाले 53,000 करोड़ गैलन्स का पानी और ढेर सारा मलबा अपने साथ 3 और डैम्स को भी तोड़ देगा. ദൈവം പിടിച്ചു നിർത്തിയേക്കുന്നതാണിത്. ദൈവം ഇനി കൈവിട്ട് കഴിഞ്ഞാൽ, ദൈവം വിചാരിച്ചുകൊണ്ട് മാത്രം ആ ഡാം അങ്ങനെ നിൽക്കുന്നതാണ്. ഇനി ആ ദൈവം ഒന്ന് കൈവിട്ട് കഴിഞ്ഞാൽ 53 അത്രയും ഇത് ഖനയടി വെള്ളമാണ് വെളിയിലേക്ക് വരുന്നത്. അത് വെള്ളം മാത്രമല്ല, അതിലൂടെ പലതും വലിയ മലയും, അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ 3 ഡാമുകളും. അത് നമുക്ക് അറിയുന്ന ഡാംസ് തന്നെയാണ്. നമുക്കറിയാം. അതിനെപ്പറ്റി നിങ്ങളുടെ പിന്നെ പറയേണ്ട കാര്യമില്ല. ഇടുക്കി, ചെറുതോണി, കുളമാവ്
ഈ ഡാമുകൾ മാത്രം 3 ഡാമുകളും അത് ബാധിച്ച് അങ്ങനെയാണ് വെളിയിലേക്ക് വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ. मतलब वाकई में हमारे देश में एक बहुत बड़ी आपदा कभी भी दस्तक दे सकती है, लेकिन सबसे शर्मिंदगी की बात यह है कि सबके बावजूद हमारे देश के कई सारे नेता, कई सारे पार्टीज इस पर सिर्फ पॉलिटिक्स ही खेल रहे हैं. मतलब केरला और तमिलनाडु, इन दोनों स्टेट्स की गवर्नमेंट्स एक दूसरे पर पल्ला झाड़ रहे हैं. അവർക്കൊരു മനസ്സിലായത് അതായത് നമ്മളിവിടെ പൊളിറ്റിക്സ് അതായത് എപ്പം വേണമെങ്കിലും നമ്മുടെ ഈ രാജ്യത്ത് ഒരു വിപത്ത് വരാം. പക്ഷെ ഇവിടെയുള്ള രാഷ്ട്രീയക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ലജ്ജാകരമായിട്ടുള്ള കാര്യമാണെന്ന്. ഇവിടുത്തെ രാഷ്ട്രീയക്കാര് കളിക്കുകയാണെന്ന് ഇതിനിടയ്ക്ക് കിടന്ന് എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റും തമിഴ്നാട്ടിലെ ഗവൺമെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതല്ലാതെ പ്രത്യേകിച്ച് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തുന്നില്ല എന്നുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. तो फिर अगला सवाल ये आता है कि इसमें तमिलनाडु की सरकार क्यों इंटरफेयर कर रही है? केरला गवर्नमेंट तमिलनाडु गवर्नमेंट से एक्सपेक्टेशंस क्यों रख रही है कि वो आके उनके राज्य में ही इस डैम की मरम्मत करे? അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ അതായത് ഈ തമിഴ്നാട് എന്തിനാണ് ഇതിൽ ഇടപെടുന്നത് എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെയല്ല, തമിഴ്നാട് എന്തിനാ ഇടപെടുന്നതല്ല, ബാക്കിയുള്ള എല്ലാവർക്കും. കാരണം അദ്ദേഹം പറയുന്നത് നമ്മളോടല്ലോ, അവിടുത്തെ നോർത്ത് ഇന്ത്യൻസിനോടാണ് പറയുന്നത്. അവർക്ക് അറിയില്ലല്ലോ ഇത് എന്താണ് സംഭവം എന്നുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ ഇരിക്കുന്ന ഒരു ഡാം, പക്ഷെ ഈ കേരളത്തിൽ ഇരിക്കുന്ന ഡാമിന്റെ കാര്യത്തിൽ തമിഴ്നാട് എന്തിനാണ് അതിനകത്ത് ഇടപെടുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ പുറകിലുണ്ടായ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഹിസ്റ്ററി, കരാറും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആള് പറയുന്നുണ്ട്. കാരണം അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മുടെ നമുക്ക് മലയാളികൾക്ക് അറിയാം, പക്ഷെ ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻസ് അറിയത്തില്ലാത്തതുകൊണ്ട് ആ കാര്യം പറഞ്ഞു കൊടുക്കുവാണ് അദ്ദേഹം. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ആള്. और इसीलिए जब केरला के लोगों ने इस डैम को लेकर मांग उठानी शुरू की, तब तमिलनाडु गवर्नमेंट ने उस दौर में यानी कि 1979 में 26 करोड़ रुपीस खर्च करके एक 10 मीटर चौड़ी कंक्रीट वाली वॉल खड़ी कर दी मुल्लापेरियार डैम से लग के. बेसिकली उन्होंने उसी डैम की दीवारों को और भी ज्यादा मजबूत कर लिया. लेकिन इस मरम्मत का काम करवाने के बस 9 साल में ही उसी इलाके में एक अर्थक्वेक आ गया 4.5 रिक्टर स्केल का. अब അതായത് 1979 തമിഴ്നാട് 26 കോടി രൂപ മുടക്കി അറ്റകുറ്റപ്പണി ചെയ്തു. അങ്ങനെ സ്ട്രോങ് ആക്കിയതിന് ശേഷം 9 വർഷങ്ങൾക്ക് ശേഷം അതേ പ്രദേശത്ത് 4.5 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. കാരണം അത്രയും എന്താ പറയാ, എർത്ത്ക്വേക്ക് ഒരു മേഖലയാണ്, സോൺ 3 ആണ് എന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത്ര സേഫ് ആയുള്ള സ്ഥലമല്ല, കാരണം എർത്ത്ക്വേക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. कोलकाता में भी 2016 में वहां का विवेकानंद रोड फ्लाईओवर कोलैप्स हो गया, जिसमें 27 लोग मारे गए और कम से कम 80 लोग बुरी तरह से जख्मी हो गए थे. रात को ढलाई हुआ था ब्रिज, ये वाला पोर्शन रात को ढलाई हुआ था, सैकड़ों आदमी दब के मर गया. अभी ब्रिज चालू नहीं हुआ, ये पोजीशन है, बाद में क्या होता है. इनफैक्ट इस ब्रिज को लेकर इसके कोलैप्स के 2 साल पहले ही IIT खड़गपुर ने कोलकाता गवर्नमेंट को वार्निंग्स भी इशू किए थे, लेकिन इसके बावजूद भी गवर्नमेंट ने इस पर कोई स्ट्रॉन्ग एक्शन नहीं ली. बिहार तो കൊൽക്കത്തയിലെ ഫ്ലൈ ഓവർ തകർന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. 2016 കൊൽക്കത്തയിൽ ഒരു ഫ്ലൈ ഓവർ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കാലതാമസം അത്ര നേരിട്ടു. അപ്പൊ അതുകൊണ്ട് അതിന്റെ എക്സ്പയറി കഴിഞ്ഞു. അപ്പൊ IIT ഓൾറെഡി അവിടുത്തെ ഗവൺമെന്റിനോട് അത് സംസാരിച്ചു കഴിഞ്ഞു. ഇത് അപകട നിലയിലാണ്, എത്രയും പെട്ടെന്ന് മാറ്റി പുതിയത് പണിയണം അല്ലെങ്കിൽ പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. അവരത് 2 വർഷം മുൻപാണ് ഗവൺമെന്റ് മുന്നേ. അതുകൊണ്ട് എന്ത് വേണ്ടി 27 പേരാണ് അന്ന് മരണപ്പെട്ടതും 80 പേർക്ക് പരിക്കും പറ്റി എന്നാണ് പറയുന്നത്. അപ്പം അതുപോലാണ് ഈ മുല്ലപ്പെരിയാറിലെ കാര്യം എന്നാണ് പറയുന്നത്. അത് ഇത്രയും കാര്യങ്ങൾ റിപ്പോർട്ട് പഠിപ്പിച്ച IIT ഡൽഹി എല്ലാം പറഞ്ഞു വെച്ചിട്ടും ഗവൺമെന്റ് അല്ല, അത് ഇതിനകത്ത് നമ്മുടെ വിഷയത്തിലേക്ക് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വന്ന് പറഞ്ഞു പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോഴും അത് അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു സംഭവം നാളെ ഉണ്ടാവാം എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. हमें पॉलिटिकली थोड़ा ज्यादा अवेयर होना होगा कि हम सही कैंडिडेट्स को कैसे चुने. हमारे नए भारत का लक्ष्य एकदम साफ होना चाहिए. धर्म, जात पात, फ्रीबीज, वोट बैंक पॉलिटिक्स, रिजर्वेशन, ये सब के बेसिस पर वोट देना बंद. हमें डेवलपमेंट दिखाओ तो ही हम वोट देंगे. बस यही इकलौती चीज है जो इस प्रॉब्लम को जड़ से मिटा सकती है और इंडिया को वाकई में एक
അതായത് അതാ ഞാൻ പറയുന്നത്, ഈ എന്താ പറയുക, ജനങ്ങൾ പൊട്ടന്മാരാണ് യഥാർത്ഥത്തിൽ. കാരണം നമ്മളാണ് ജയിപ്പിച്ചു വിടുന്നത്. ഈ ഇങ്ങനെ വരുന്ന വോട്ട് തേടി വരുമ്പോഴത്തേക്കും യാതൊരു ഇതും നോക്കാതെ പൈസ നോക്കി, അല്ലെങ്കിൽ എന്താ പറയുക, ഈ അവിടങ്ങളിലാണ്. നമ്മുടെ ഇവിടെ അങ്ങനെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഈ കേരളം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വോട്ടിന് ഇത്ര രൂപ വെച്ച് കൊടുക്കുവാണല്ലോ. അപ്പോൾ പൈസ മേടിച്ചിട്ട് അതേ ആൾക്കാർക്ക് വോട്ട് ചെയ്ത് വിടുക, അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇനിയെങ്കിലും ഒരു ഭരണ നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്കാണ് പ്രശ്നം. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്, നിങ്ങളായിട്ട് കാണണം കേട്ടോ, പാർലമെന്റ് മന്ദിരമല്ലേ പുതിയത് പണിയുന്നു. അപ്പം മന്ത്രിമാർക്കെല്ലാം നല്ല രീതിയിൽ അവിടെ ഇരിക്കാം. പക്ഷേ ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലൊന്നും അവർ 5 പൈസ മുടക്കാൻ അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നില്ല. അപ്പം ഇതിന് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാവണം. കാരണം വീണ്ടും വീണ്ടും ഞങ്ങളും പറയുന്നു, ഇപ്പൊ ഇവര് ഈ ഗൗരവ് എന്ന് പറയുന്ന അല്ലേ, ഗൗരവ് താക്കൂർ എന്ന് പറയുന്ന പുള്ളി എത്രമാത്രം കരുതലോടെ അല്ലെങ്കിൽ എത്രമാത്രം രീതിയിലാണ് നമ്മളെടുത്ത് ആ ഒരു ആ വീഡിയോ അവരെവിടെ ഷെയർ ചെയ്യണമെങ്കിൽ ഓർത്ത് വയ്ക്കും. അവർ മുല്ലപ്പെരിയാറിനെ പറ്റി അത്രയും പഠിച്ചിട്ടാണ്. അത് തന്നെയല്ല, ആ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരും അത്ര ആശങ്കയിലാണ്, അത്രയും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 6.something മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ടന്റിന് പഞ്ഞമൊന്നും ഇല്ലാത്ത ആളാണ്. അവർക്ക് ഈ മുല്ലപ്പെരിയാറിന്റെ ഒരു ആവശ്യമില്ല. ശരിയല്ലേ? അവ ഇത് എടുക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത, വേറെ അദ്ദേഹം ഏതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതുപോലെ വ്യൂ ഉള്ളതാണ്. അപ്പൊ അദ്ദേഹം ഇത് ചെയ്യണമെങ്കിൽ, കാരണം അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചോ, കേരളത്തിന്റെ വിപത്ത് എന്നല്ല പറയണ, ഹമാരാ ദേശ് കാ വിപത്ത്. അതെ അതെ, നമ്മുടെ നാടിന്റെ ഒരു വിപത്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു ബോധം നമ്മുടെ മലയാളികൾക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് തല താഴ്ത്തേണ്ടത്, ലജ്ജിച്ചു പോകേണ്ടത്. ഇനിയിപ്പം ഒരു കാര്യം കൂടെ ചെയ്യാം, വേറെ എല്ലാവരോടും അല്ല കേട്ടോ, താഴെ വന്ന് കമന്റ് ചെയ്യുന്നില്ലേ നെഗറ്റീവ് കമന്റ്, പോരെ ഞങ്ങൾ നിർത്തുക, ഇനിയിപ്പോൾ ഇടാൻ തുടങ്ങിക്കോ. അതെ.